CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരി ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്നും മാറ്റി നിർത്തണം. വിൽക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും അഭിപ്രായം. ലഹരിക്കെതിരെ മണ്ണാർക്കാട് മൂവ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടിയേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ കുറുക്കനെ അടിച്ചു കൊന്നു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് 8 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കുളപ്പുള്ളി കൂനത്തറ കവളപ്പാറ ആര്യങ്കാവ് റോഡിലാണ് അപകടം നടന്നത്. കാഴ്ചകളുടെ മനോഹാരിത നിറച്ച് ഷൊർണൂർ തൃപ്പറ്റ പൂരം ആവേശമായി. 4 ദേശങ്ങളിൽ നിന്നും എത്തിയ വേലകൾ വൈകിട്ട് 6ഓടെ പാട്ടുകണ്ടത്തിൽ അണിനിരന്നു. നാടും നഗരവും ഉത്സവാവേശത്തിലേക്ക്. തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പൂരത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച ചെട്ടിവേലയോടെ പൂരം സമാപിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്നും മാറ്റി നിർത്തണം. വിൽക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും അഭിപ്രായം. ലഹരിക്കെതിരെ മണ്ണാർക്കാട് മൂവ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് രൂപവൽക്കരിച്ച ജനകീയ കൂട്ടായ്മ മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് എറാഡിക്ഷൻ ഓഫ് ഡ്രഗ്സിന്റെ നേതൃത്വത്തിൽ വിപുലമായ യോഗം മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്നു. കരട് നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രവർത്തന മാതൃകയും തയ്യാറാക്കി. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 400-ലധികം പേർ പങ്കെടുത്തു. എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കമ്മാപ്പ അധ്യക്ഷനായി. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും ഇവിടെയുണ്ട്. നിങ്ങളോടൊക്കെയുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്: നിങ്ങൾ പ്രഖ്യാപിക്കുക, ഈ ലഹരി മരുന്ന് കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ പാർട്ടികളിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ സധൈര്യം പ്രഖ്യാപിക്കുക. ഇത് നീട്ടിവെക്കരുത്. ഇതിനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അനുവാദം വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മണ്ണാർക്കാട് തീരുമാനമെടുക്കൂ. സ്വാഭാവികമായും ഒരു ജില്ലയും സംസ്ഥാനത്തും നിങ്ങളുടെ പിന്നാലെ വരും. ഒരു തുടക്കം മണ്ണാർക്കാട് എന്നാണ്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പാർട്ടികളിൽ ഉണ്ടാവില്ല, പുറത്തായിരിക്കും. മാത്രമല്ല, അവർക്ക് സഹായം നൽകാതിരിക്കുക. ഒരു വിധത്തിലുള്ള റെക്കമെൻഡേഷനോ മറ്റുള്ള കാര്യങ്ങൾക്കോ നിങ്ങൾ പോലീസിനെയോ എക്സൈസിനെയോ വിളിക്കാതിരിക്കുക. ഇത് റിക്വസ്റ്റ് അല്ല. സത്യം പറഞ്ഞാൽ മണ്ണാർക്കാട്ടെ ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആവശ്യമാണ്. ആക്ഷൻ പ്ലാൻ കരടും അവതരിപ്പിച്ചു. യോഗത്തിൽ നിന്ന് ഉയർന്നുവന്ന മികച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി അന്തിമ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും അറിയിച്ചു. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ, വൈസ് ചെയർപേഴ്സൺ K. പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, NSS, SNDP, GSS തുടങ്ങിയ സാമുദായിക സംഘടനാ നേതാക്കൾ, മതപണ്ഡിതർ, യുവജന സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, സേവ് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ, വോയിസ് ഓഫ് മണ്ണാർക്കാട്, യൂത്ത് ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളി സംഘടനകൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ചിറക്കൽപ്പടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അസോസിയേഷൻ, പത്രപ്രവർത്തക സംഘടനകൾ, യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ, വിദ്യാഭ്യാസ സ്ഥാപന മാനേജ്മെന്റ്, അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവരെ രാഷ്ട്രീയ നേതാക്കൾ സംരക്ഷിക്കരുത്. നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ വാർഡുകളിലും ലഹരിക്കെതിരെ ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കണം. ലഹരി വിപണനം നടത്തുന്നവരെ മതനേതാക്കൾ സാമുദായിക കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കുക. അത്തരത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബത്തിൽ നടപ്പാക്കുന്ന വിവാഹം പോലുള്ള ചടങ്ങുകളിൽ കാർമ്മികരാകരുത് എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. 3 രീതിയിലാണ് ഇത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വിഭാവനം ചെയ്തത്. ഒന്ന്, ഇതിന്റെ എൻഫോഴ്സ്മെന്റ്, അതായത് നിയമപരമായിട്ട് ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീഗൽ എൻഫോഴ്സ്മെന്റ്, അത് ഇതിൽ നമ്മളൊരു പ്രധാന കാര്യമാണ്. 2, ക്ലിനിക്കൽ സപ്പോർട്ട്. ഇത്തരത്തിൽ ലഹരിക്ക്
അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിനോട് അവരെ ചേർത്ത് നിർത്തിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ക്ലിനിക്കൽ സപ്പോർട്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം, അത് ബോധവൽക്കരണമാണ്. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ബോധവൽക്കരണത്തിൻ്റെ അത് എല്ലാവരുടെയും ഒരു പൊതുവിഷയം നൽകി. അത് ഇവിടെ എന്ന് ആരംഭിക്കും, ഏത് രൂപത്തിൽ ആരംഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെ അത് സ്വന്തം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ചർച്ചകളും അതുപോലെ തന്നെ ആശയമൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയിൽ വളരെ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. CCN മണ്ണാർക്കാട്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് 8 വയസ്സുകാരനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കുളപ്പുള്ളി കൂനത്തറ കവളപ്പാറ ആര്യങ്കാവ് റോഡിലാണ് അപകടം നടന്നത്. ചുടുവാലത്തൂർ സ്വദേശിയായ 40 വയസ്സുള്ള സജീഷ് കുമാർ, 8 വയസ്സായ ആശീർവാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശീർവാദിന് തലയ്ക്കും താടിക്കും പരിക്കേറ്റിട്ടുണ്ട്. റോഡിനു സമീപം നിന്നിരുന്ന ഉണങ്ങിയ മരമാണ് ഓട്ടോയ്ക്ക് മുകളിലേക്ക് വീണത്. ഓട്ടോ പൂർണ്ണമായും തകർന്നു. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടിയേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ കുറുക്കനെ അടിച്ചു കൊന്നു. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ വേലുവിന്റെ ഭാര്യ കാളി, തിരൂർക്കാട് പുഴയ്ക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി, അരിപ്ര കിണറ്റിങ്കൽത്തൊടി മജീദ് എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ ജോലിക്ക് പോകുന്ന സമയത്താണ് കടിയേറ്റത്. തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് പിറകുവശത്തെ വയലിൽ വെച്ചാണ് കടിയേറ്റത്. മജീദിന് അരിപ്രയിൽ വെച്ചാണ് കടിയേറ്റത്. പേ പിടിച്ച കുറുക്കനാണ് ഇതെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. സംഭവിച്ചത് ഞാൻ രാവിലെ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ. അന്നേരം പിന്നെ വന്നുകൊണ്ട് മേലെ വന്നുകൊണ്ട് ഇങ്ങോട്ട് ഇതാണ് മുഖത്തേക്കും ചാടി കടിച്ചു. പിന്നെ ഞാനും അതുമായിട്ട് വീണ് പിന്നെ അങ്ങനെ പിടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് അങ്ങനെ അപ്പം എന്നെ വിട്ടു. ഞാൻ അങ്ങോട്ട് അങ്ങനെ പുഴയ്ക്ക് അങ്ങ് എറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടി പോന്നു. കർഷകനാണോ? കർഷകനാ. CCN പെരിന്തൽമണ്ണ. കാഴ്ചകളുടെ മനോഹാരിത നിറച്ച് ഷൊർണൂർ തൃപ്പറ്റപ്പൂരം ആവേശമായി. 4 ദേശങ്ങളിൽ നിന്നും എത്തിയ വേലകൾ വൈകിട്ട് 6ഓടെ പാട്ടുകണ്ടത്തിൽ അണിനിരന്നു. ഓരോ ദേശവേലയും ഉപവേലകളും ക്ഷേത്രത്തിലെത്തി തൊഴുതു മടങ്ങി. പകലിലെ കൊടും ചൂടിനേക്കാൾ 10 മടങ്ങായിരുന്നു പൂരപ്രേമികളുടെ ആവേശം. പൂതനും തിറയും തെയ്യവും വാദ്യഘോഷങ്ങളും പൂരത്തിന് മാറ്റേകി. രാത്രി കലാപരിപാടികളുമുണ്ടായി.
CCN ചെർപ്പുളശ്ശേരി. നാടും നഗരവും ഉത്സവ ആവേശത്തിലേക്ക്. തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പൂരത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച ചെട്ടിവേലയോടെ പൂരം സമാപിക്കും. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രേയസ് നമ്പൂതിരി സഹകാർമ്മികനായി. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി, പൗരപ്രമുഖർ, തട്ടക നിവാസികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മൂന്നാം പൂരനാളായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 കിള്ളിക്കുറിശി മംഗലം ശ്രീരാജ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്, വൈകിട്ട് 4:30 പാലക്കാട് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നാദസ്വരം എന്നിവ അരങ്ങേറി. തുടർന്നാണ് കൊടിയേറ്റ് നടന്നത്. ശേഷം കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ തായമ്പകയും അരങ്ങേറി. നാലാം പൂര ദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചാക്യാർകൂത്ത്, തുടർന്ന് നാദസ്വരം 5:30 മുതൽ 7:30 വരെ ആറങ്ങോട്ടുകര ശിവന്റെ തായമ്പക എന്നിവയും ഉണ്ടാകും. 7:30 മുതൽ വയലിൻ കലാകാരൻ ജോബി മാത്യു വെമ്പാലയുടെ വയലിൻ വിസ്മയവും അരങ്ങേറും. ചൊവ്വാഴ്ചയാണ് കൂട്ടുവിളക്ക്. ബുധനാഴ്ച ചെറിയാറാട്ടും വ്യാഴാഴ്ച വലിയാറാട്ടും ആഘോഷിക്കും. വെള്ളിയാഴ്ച ചെട്ടിവേലയോടെ പൂരം സമാപിക്കും. പൂരം പുറപ്പാട് ദിവസം മുതൽ ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. ഇന്ന് കൊടിയേറ്റമാണ്. വളരെ നല്ല ജനപങ്കാളിത്തം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തുടക്കം മുതൽ തന്നെ പൂരപ്പറമ്പ് സജീവമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഓരോരുത്തരും, ഓരോ മണ്ണാർക്കാട്ടുകാരും, ഈ പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ ഈ പൂരത്തെ നെഞ്ചോട് ചേർക്കുന്നു എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ കാണുന്ന ഈ വലിയ ജനത്തിരക്ക്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ 8ാം വിളക്കുത്സവം ആറാട്ടോടെ സമാപിച്ചു. ആറാട്ടു ചടങ്ങുകൾക്ക് ശേഷം 3 ആനകളും താലപ്പൊലിയും പഞ്ചവാദ്യവുമായി തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. ശനിയാഴ്ച പുലർച്ചെ 5-ന് നാരായണമംഗലത്ത് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ പുരാണ പാരായണത്തോടെയാണ് 8ാം വിളക്ക് ദിവസം ചടങ്ങുകൾ തുടങ്ങിയത്. ഉച്ചയ്ക്ക് ആറാട്ടു സദ്യയും നടന്നു. വൈകിട്ട് തൂതപ്പുഴയിലെ പെരണ്ടമണ്ണ കടവിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പ് ഉണ്ടായി. ആറാട്ടു ചടങ്ങുകൾക്ക് തന്ത്രിമാരായ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാടും മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികരായി. ആറാട്ടു ചടങ്ങുകൾക്കു ശേഷം മഹാകാളികുന്നത്ത് നിന്ന് 3 ആനകളും താലപ്പൊലിയും ചെർപ്പുളശ്ശേരി ശിവനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യവുമായാണ് തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നത്. പഞ്ചാരിമേളം, 21 പ്രദക്ഷിണം, കൊടിയിറക്കൽ, തിരുവാതിരവാരം, അത്താഴപൂജ, ശ്രീഭൂത ബലി എന്നിവയോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സഹായോപകരണങ്ങൾ നൽകി. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു.
ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. വീൽ ചെയർ, സ്മാർട്ട് കെയിൻ, വാക്കിംഗ് സ്റ്റിക്ക്, തെറാപ്പി മാറ്റ്, വിവിധ എക്സസൈസ് ഉപകരണങ്ങൾ തുടങ്ങി 4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ CP സുബൈർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, KP ഇല്യാസ്, PT സഫിയ, ICDS സൂപ്പർവൈസർ രമാദേവി, K ഹംസപ്പ, PT സെയ്ദ് മുഹമ്മദ്, KP കുഞ്ഞു മുഹമ്മദ്, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലവിലെ ഭരണസമിതി വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം വിതരണം ചെയ്യുന്ന പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ വർഷം ഹിയറിംഗ് എയ്ഡ് അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കൂടി ഉള്ള ഉപകരണ വിതരണമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്നത്. ഇതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ മുഴുവൻ ആളുകൾക്കും ഉപകരണം നൽകുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്നത്. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രാമസഡ് സേവന ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ ദിനത്തിൽ അംഗപരിമിത ഭിന്നശേഷി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 2500 രൂപ വീതം സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. നഗരത്തിന്റെ ഒരു വളവളപ്പ് കൂടി ചേർന്നതാണ്. അപ്പൊ നമുക്ക് അത്ഭുതപ്പെടാം. ഞാനാണ് ഏറ്റവും വലിയ വയസ്സെത്തി അവിടെ ചെന്നപ്പോ. ഞാൻ അന്ന് പിരിഞ്ഞിട്ടില്ലല്ലോ, എനിക്കപ്പോ 55 കഴിയുന്നുള്ളൂ, 56 ആയി. അപ്പൊ അവിടെ എന്താണ് ഇങ്ങനെ ഒരു സമൂഹത്തിൽ. ട്രസ്റ്റ് ചെയർമാൻ NV മുരളീകൃഷ്ണൻ, സെക്രട്ടറി A ഗോപിനാഥ ഗുപ്തൻ, K വേണു, K മുരളീധരൻ, ഹരികൃഷ്ണൻ മണ്ണഴി, P ശശികുമാർ, NV ഗിരിനാരായണൻ, E അനന്തകൃഷ്ണൻ, കരിപ്പാടത്ത് ബാലകൃഷ്ണഗുപ്തൻ, P രാമചന്ദ്രൻ, NV രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ഗുപ്തൻ വനിതാ സേവന സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കടമ്പഴിപ്പുറത്ത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സമാജം വൈസ് പ്രസിഡന്റ് വിജയഗുപ്തൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ പങ്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാലാണ് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമുക്കൊരു വനിതാ സംഘടന രൂപീകരിക്കണമെന്ന നിലപാടെടുക്കുകയും അതിനുവേണ്ട സത്വര നടപടികൾ ദ്രുതഗതിയിൽ നടത്തുകയും ചെയ്തു. 2024 ഡിസംബർ 27-ാം തീയതി നമുക്ക് ഗുപ്തൻ സേവന സമാജത്തിന്റെ വനിതാ സമ്മേളനം നടത്തുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും പ്രസിഡന്റ് MP സിന്ധു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK സരിത സ്വാഗതം പറഞ്ഞു. ആനുകാലിക ജീവിതത്തിൽ വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ MP ശൈലജ ക്ലാസ് എടുത്തു. യോഗത്തിൽ ഗുപ്തൻ സേവന സമാജം ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടിയും വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരവാഹികളും ആശംസകൾ നേർന്നു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ട്രഷറർ സുകന്യ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുളിയക്കാട്ടുതെരുവ് MV കിട്ടു സ്മാരക വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. K സജിത അധ്യക്ഷത വഹിച്ചു. GRC ഫെസിലേറ്റർ V പ്രമീളകുമാരി ക്ലാസ് എടുത്തു. ഹരിതകർമ്മസേന പ്രവർത്തകരെയും മുതിർന്ന സ്ത്രീകളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KK ലിനി ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി. മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂൾ പ്രധാന അധ്യാപിക P ബിജി, K വിജിഷ, ലൈബ്രറിയൻ കാവ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ശാരീരിക മാനസികാരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. മലപ്പുറത്തെ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടത് വിമാനം പറത്താനാണ്. മലപ്പുറത്ത് 2000-ന് മുമ്പുണ്ടായിരുന്ന ഒരു മലപ്പുറത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കാൻ പോകുമാറാത്തൊരു കാലഘട്ടം മലപ്പുറത്തുണ്ടായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ സംസാരിക്കുകയാണ്. പ്രിൻസിപ്പൾ മാസത്തിൽ 2-3 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വരും. പ്രിൻസിപ്പൾ മാത്രമല്ല, പ്രിൻസിപ്പളെ കൂടെ ഒരുപാട് അവിടുത്തെ PTA, SMC ചെയർമാൻ, MPTA പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ ഇവർ മാറഞ്ചേരിക്ക് ഇവിടെ തുടങ്ങി 2.5 മണിക്കൂർ യാത്ര ചെയ്യും. ഇവരിങ്ങനെ ഒരുപാട് പഴയ കഥകളൊക്കെ പറയും.
ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് SSLC പരീക്ഷ എഴുതുമ്പോൾ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും സ്ത്രീകൾ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അതിലൂടെയാണ് ശാക്തീകരണം സാധ്യമാവുകയെന്നും റഫീഖ പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 4 വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ CP ഐഷാബി ചടങ്ങിൽ അധ്യക്ഷയായി. 66-ാമത്തെ വയസ്സിൽ +2 തുല്യതാ പരീക്ഷ വിജയിച്ച P സുമതി, കാലുകൊണ്ടുള്ള ചിത്രരചനയിലൂടെ ശ്രദ്ധേയമായ VK സുമയ്യ, പാമ്പ് പിടുത്തം, ഡ്രൈവിംഗ് പരിശീലക, യൂട്യൂബർ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച TP ഉഷ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലയിലെ പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ട്രെയിനി ജുമാന മറിയത്തിനു വേണ്ടി മാതാവ് ആദരം ഏറ്റുവാങ്ങി. ഉച്ചയ്ക്കു ശേഷം വനിതകൾക്കായി സിനിമാ പ്രദർശനവും നടന്നു. CCN മലപ്പുറം. മലപ്പുറം പെരിങ്ങാവ് AUP സ്കൂളിന്റെ ചുമരുകളിൽ നിറങ്ങളാൽ വർണ്ണവിസ്മയം ഒരുക്കി ആക്രിയൻസ് ടീം ക്യാമ്പ് നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് PK നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35ഓളം ചിത്രകാരന്മാരാണ് നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി ക്യാമ്പ് ഒരുക്കിയത്. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ K രാജു, ആക്രിയൻസ് ടീം ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ കടമ്പഴിപ്പുറം എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും ചിത്രരചനയിൽ പങ്കാളികളായി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്നും മാറ്റി നിർത്തണം. വിൽക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും അഭിപ്രായം. ലഹരിക്കെതിരെ മണ്ണാർക്കാട് മൂവ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടിയേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ കുറുക്കനെ അടിച്ചു കൊന്നു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് 8 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കുളപ്പുള്ളി കൂനത്തറ കവളപ്പാറ ആര്യങ്കാവ് റോഡിലാണ് അപകടം നടന്നത്. കാഴ്ചകളുടെ മനോഹാരിത നിറച്ച് ഷൊർണൂർ തൃപ്പറ്റപ്പൂരം ആവേശമായി. 4 ദേശങ്ങളിൽ നിന്നും എത്തിയ വേലകൾ വൈകിട്ട് 6ഓടെ പാട്ടുകണ്ടത്തിൽ അണിനിരന്നു. നാടും നഗരവും ഉത്സവാവേശത്തിലേക്ക്. തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പൂരത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച ചെട്ടിവേലയോടെ പൂരം സമാപിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.